തീരുവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും മൂലം US ഓഹരികളിൽ വൻ ഇടിവ്. തിങ്കളാഴ്ച ഒറ്റ ദിവസം വലിയ തകർച്ചയാണ് വിപണിക്ക് നേരിടേണ്ടി വന്നത്. ഫെബ്രുവരി 19 എക്കാലത്തെയും ഉയർന്ന നിരക്കിൽ നിന്ന് S&P 500 നിന്നും 8% ഇടിഞ്ഞു. ഡിസംബറിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് 10% ഇടിഞ്ഞതിനു ശേഷം നാസ്ഡാക്ക് കോമ്പോസിറ്റ് ഔദ്യോഗികമായി തിരുത്തൽ മേഖലയിലേക്ക് പ്രവേശിച്ചു. സാമ്പത്തിക അനിശ്ചിതത്വം, മാന്ദ്യത്തെക്കുറിച്ചുള്ള ഭയം, വർദ്ധിച്ചു വരുന്ന വ്യാപാര പിരിമുറുക്കങ്ങൾ എന്നിവയൊക്കെ ഈ നിലയിലേക്ക് വിപണിയെ കൊണ്ടെത്തിച്ചതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വിപണി മൂല്യത്തിൽ $4 ട്രില്യൺ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും വലിയ ഇടിവ് അപ്രതീക്ഷിതമായിരുന്നു എന്ന് വേണം പറയാൻ. ഈ വീഴ്ച ഇലോൺ മസ്കിന്റെ ടെസ്ല അടക്കമുള്ള കമ്പനികളെ സാരമായി തന്നെ ബാധിച്ചു. ടെസ്ലയുടെ വിപണി മൂല്യം $125 ബില്യൺ അധികം ഇടിവാണ് നേരിട്ടത്. വെള്ളിയാഴ്ച ക്ലോസിംഗിൽ വളരെ താഴ്ന്ന നിലയിൽ നിർത്തിയ മാർക്യൂ സൂചികമായ ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ 2.08% അഥവാ 890.01 പോയിന്റുകളുടെ വൻ ഇടിവോടെ തിങ്കളാഴ്ച വലിയ നഷ്ടമാണ് നേരിട്ടത്. US സൂചികയുടെ ചുവട് പിടിച്ച് ഇന്ത്യൻ വിപണി ഉൾപ്പെടെ വലിയ നഷ്ടത്തോടെയാണ് വ്യാപാരം ആരംഭിച്ചത്. ഇത് ആഗോളതലത്തിൽ കൂടുതൽ വിപണികളെ ബാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. വ്യാപാര നയങ്ങളിലെ അനിശ്ചിതത്വങ്ങൾ, മാന്ദ്യ സാമ്യതയെക്കുറിച്ചുള്ള ഭയം, ഉയർന്ന ഓഹരി മൂല്യനിർണയത്തെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങളാണ് സമീപകാല ഇടിവിന് കാരണമാവുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്ത ശേഷമാണ് ഇതിൽ ഇത്രയും പ്രകടമായ മാറ്റങ്ങളുണ്ടായത്. കൂടാതെ ട്രംപിന്റെ പുതിയ തീരുവ നയങ്ങളും വലിയ തോതിൽ നിക്ഷേപകരെ വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. വലിയ സാമ്പത്തിക മാന്ദ്യത്തിന് വഴിയൊരുക്കുന്ന തീരുവ നയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ട്രംപ് തള്ളിയതോടെയാണ് നിക്ഷേപകർ ഓഹരികൾ വിട്ടൊഴിഞ്ഞതെന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ട്രംപിന്റെ നയങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വഴിയൊരുക്കുമെന്ന ഭയം ഒരു വശത്ത് ശക്തമായതോടെയാണ് US വിപണികൾ ഒറ്റയടിക്ക് വീണത്. വരാനിരിക്കുന്ന പണപ്പെരുപ്പ റിപ്പോർട്ട്, ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനങ്ങൾ, സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിനുള്ള സർക്കാർ നടപടികൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന ഘടകങ്ങളിൽ നിക്ഷേപകർ ശ്രദ്ധ കൊടുക്കുകയാണ്. ഇപ്പോൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വീണ്ടും കുറയുന്നത് വിപണികളെ കൂടുതൽ ബാധ്യതകളിലേക്കാകും തള്ളിവിടുക. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഏപ്രിൽ 2 മുതൽ ഇന്ത്യയുടെ പരസ്പര താരിഫ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ഈ നടപടി. US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഇറക്കുമതികൾക്ക് പരസ്പര താരിഫ് ചുമത്തണമെന്ന് ട്രംപ് ആവർത്തിച്ചതിന് ശേഷമാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ ഇറക്കുമതിക്ക് വൻതോതിലുള്ള തീരുവ ചുമത്തിയതിന് ന്യൂഡൽഹിയെ തുറന്നു കാട്ടുന്നതിലാണ് ഇന്ത്യ തീരുവ ഗണ്യമായി കുറയ്ക്കാൻ സമ്മതിച്ചതെന്ന് ട്രംപ് അവകാശപ്പെട്ടു. എല്ലാ രാജ്യങ്ങളും പതിറ്റാണ്ടുകളായി നമ്മളെ പിഴിയുകയായിരുന്നുവെന്നും ഇനി അത് സംഭവിക്കാൻ അനുവദിക്കില്ല എന്നും ട്രംപ് പറഞ്ഞിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഒഴികെയുള്ള മിക്കവാറും എല്ലാ വസ്തുക്കളുടെയും തീരുവ നീക്കം ചെയ്യാൻ US ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു.